പല്ലുകൾ വൃത്തിയാക്കാൻ ഇന്ന് നിങ്ങൾ ഉപയോഗിച്ച ടൂത്ത് പേസ്റ്റ് ഏതാണ്? കോൾഗേറ്റ് ആണ്. കോൾഗേറ്റ് ഇന്ത്യയിൽ ടൂത്ത് പേസ്റ്റിന്റെ പര്യായമായത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ആ കഥ പറയാം. 1937 കോൾഗേറ്റ് ഇന്ത്യയിലെത്തുന്നത്. അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും വലിയ വിജയമായിരുന്നുവെങ്കിലും കോൾഗേറ്റിന് ഇന്ത്യയിൽ നേരിടേണ്ടി വന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഇന്ത്യക്കാർ അന്നുവരെ ഉപയോഗിച്ചിരുന്നത് സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള വേപ്പിൻ തണ്ട് ഉപയോഗിച്ചുള്ള പ്രകൃതിദത്ത രീതിയാണ്. സൗജന്യമായി കിട്ടുന്ന വേപ്പിൻ തണ്ടുള്ളപ്പോൾ എന്തിനാണ് പണം നൽകി ഈ ടൂത്ത് പേസ്റ്റ് വാങ്ങുന്നത് എന്നതായിരുന്നു അന്നത്തെ ചോദ്യം. അതുകൊണ്ട് തന്നെ കോൾഗേറ്റിന്റെ ടൂത്ത് പേസ്റ്റ് ട്യൂബുകൾ തുടക്കത്തിൽ ഇന്ത്യയിൽ വലിയ പരാജയമായി. എന്നാൽ കോൾഗേറ്റ് കമ്പനി തോറ്റു പിന്മാറാൻ തയ്യാറായില്ല. 1949 അവർ ഇന്ത്യക്കാർക്ക് അന്ന് കൂടുതൽ പരിചിതമായിരുന്ന ടൂത്ത് പൗഡർ വിപണിയിൽ ഇറക്കി. 1976 ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ചേർന്ന് കമ്പനി സ്കൂളുകളിൽ ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു. പല്ല് തേക്കേണ്ട രീതിയും വായുടെ ശുചിത്വത്തിന്റെ പ്രാധാന്യവും കുട്ടികളെ പഠിപ്പിക്കുന്നതായിരുന്നു പദ്ധതി. ബോധവൽക്കരണ ക്ലാസുകളിൽ പങ്കെടുക്കുന്ന ഓരോ കുട്ടിക്കും സൗജന്യമായി ഓരോ ടൂത്ത് പേസ്റ്റും ബ്രഷും നൽകി അവർ വീട്ടിലേക്ക് അയച്ചു. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഈ പ്രവർത്തനം വഴി 2024 ആയപ്പോഴേക്കും 18 കോടിയിലധികം കുട്ടികളിലേക്ക് എത്താൻ കോൾഗേറ്റിന് സാധിച്ചു. അതുവഴി കോടിക്കണക്കിന് കുടുംബങ്ങളിലേക്കും ഈ കോൾഗേറ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് കയറി ചെല്ലുന്നുണ്ട്. 50 വർഷത്തിനിപ്പുറം ഇന്ത്യയിലെ 12,000 കോടി രൂപയുടെ ടൂത്ത് പേസ്റ്റ് വിപണിയുടെ 50% വിഹിതം കോൾഗേറ്റിനാണ്. 50 വർഷത്തോളം ക്ഷമയോടെ നടത്തിയ പരിശ്രമത്തിന്റെ ഫലമാണ്. ജനങ്ങളുടെ ശീലത്തിന്റെ ഭാഗമായി മാറുന്നതാണ് ഏതൊരു ബ്രാൻഡിന്റെയും യഥാർത്ഥ വിജയമെന്ന് അങ്ങനെ കോൾഗേറ്റ് തെളിയിച്ചു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജീവിതത്തിൽ കോൾഗേറ്റ് ആണെങ്കിലും ഇപ്പോൾ ഐഫോണുകളാണെങ്കിലും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. നിങ്ങൾ അത് ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ശൈലിയുടെ ഭാഗമാക്കാൻ കഴിയും. നിങ്ങൾക്ക് മറ്റൊരാളുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ കഴിയുന്നത് പോലെ നിങ്ങളുടെ ബ്രാൻഡിനും നിങ്ങളുടെ തൊഴിലിനും മറ്റൊരാളുടെ ശീലമാകാൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ശീലമായാൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നർത്ഥം.